നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ദന്താരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് ഈ മോണയുടെ അമിതമായിട്ടുള്ള വളർച്ച മാറ്റുന്നതോ, അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് മോണയിൽ അമിതമായിട്ടുള്ള കറുപ്പ് നിറം മാറ്റുന്നതുമൊക്കെ മിക്കവാറും ആൾക്കാരിപ്പോൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കാം. പക്ഷേ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 32ഓളം മറ്റ് ഡെന്റൽ പ്രൊസീജിയേഴ്സ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ തേർഡ് മോളാർ അല്ലെങ്കിൽ ഇപ്പോൾ വിവേകദന്തങ്ങളെന്ന് പറയും, വിസ്ഡം ടൂത്ത്. ആ വിസ്ഡം ടൂത്ത് വരുമ്പോൾ അതിന് തടസ്സമായിട്ട് അതിനെ മൂടിക്കൊണ്ട് മോണയുടെ ഒരു നേർത്ത ഒരു പടലം അതിനെ മൂടിയിട്ടുണ്ട്. നമ്മളതിനെ ഓപ്പർക്കുലം എന്ന് പറയും. അപ്പോൾ ചില കേസുകളിൽ വിസ്ഡം ടൂത്ത് അല്ലെങ്കിൽ വിവേകദന്തങ്ങൾ അപ്പം തന്നെ എടുക്കേണ്ട ആവശ്യം വരാറില്ല. ഈ ഒരു ടിഷ്യൂ അതിനെ മൂടിയിരിക്കുന്ന ഈ ഒരു ടിഷ്യൂ അതിൽ എതിരെയുള്ള പല്ലുകൾ തമ്മിൽ കടിക്കുമ്പോൾ അതിൽ ആ കടി പെട്ടിട്ട് ആ ഒരു ദശയ്ക്ക് മുറിവേറ്റിട്ടാണ് പലപ്പോഴും അസഹ്യമായിട്ടുള്ള വേദന വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു പാട മൂടിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ തങ്ങി നിൽക്കുകയും അവിടെ എപ്പോഴും ഒരു അനേറോബിക് എൻവയോൺമെൻറ്റ് എന്ന് പറയാം, അവായു ജീവികൃത ഒരു അന്തരീക്ഷം എന്ന് പറയും. അതായത് വായു കടക്കാത്ത അന്തരീക്ഷത്തിൽ വളരുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഈ എനേറോബിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ കൂടാനായിട്ട് കാരണമാകും. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർക്കുലം ഇരുന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫെക്ഷന് പറയുന്നത് പെരി കൊറോണൈറ്റിസ് എന്ന് പറയും. അതായത് പെരി എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നാണ്, കൊറോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ കൊറോണ റെഫേഴ്സ് ടു കൊറോണ വൈറസ് അല്ല, അവിടെ ക്രൗൺ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ക്രൗൺ, പല്ലിൻ്റെ ക്രൗണിനെ ചുറ്റിയിരിക്കുന്ന ഒരു പടലം. അപ്പോൾ ആ പടലം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മുടെ പല്ല് എറപ്റ്റ് ചെയ്ത് വരാനും ആവും. അപ്പോൾ എല്ലാ കേസുകളിലും ഈ ഒരു തേർഡ് മോളാർ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിനെ മൂടിയിരിക്കുന്ന ആ ഒരു പാടയെ നീക്കം ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ഓപ്പർക്കുലക്ടമി എന്ന് പറയും. അപ്പോൾ ആ ഓപ്പർക്കുലക്ടമി ചെയ്യാനായിട്ട് നമുക്ക് ഈ സർജിക്കലായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ വളരെ ലഘുവായിട്ട് നമുക്ക് ഈ ലേസർ ഉപയോഗിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നാവിലെ കെട്ടാണ്. ചില ആൾക്കാർക്കൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ, സംസാരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇപ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ, ചില അക്ഷരങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അപ്പോൾ ചില ആൾക്കാർക്ക് സാ പറയുമ്പോഴോ താ പറയുമ്പോഴോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അത് സാധാരണയായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽചുണ്ടിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ അകലം അല്ലെങ്കിൽ വിടവുണ്ടാക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ഒരു ദശയുണ്ട്, അമിതമായിട്ടുള്ള ദശയുടെ വളർച്ചയുണ്ട്. അപ്പോൾ ആ ദശയിൽ ഉണ്ടാകുന്ന ആ ഒരു മർദ്ദം കാരണം, അല്ലെങ്കിൽ ദശ ഏൽപ്പിക്കുന്ന മർദ്ദം കാരണമായിരിക്കാം മുൻനിര പല്ലുകൾക്കിടയിൽ ചിലപ്പോൾ വിടവ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ നാവിൻ്റെ അടിയിൽ ചില ദശ അമിതമായിട്ട് മർദ്ദം ഏൽപ്പിക്കുന്നത് വഴി അപ്പോൾ ആ ഒരു നാവിൻ്റെ ചലനത്തിനെ കൃത്യമായിട്ട് ബാധിക്കുക. അതോടൊപ്പം തന്നെ ചില അക്ഷരങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ചില ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ സംസാരിക്കാനായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു നാവിലെ കെട്ടിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആ ഒരു അവസ്ഥയെ പറയുന്നത് ആങ്കൈലോഗ്ലോസിയ അല്ലെങ്കിൽ ടങ് ടൈ എന്ന് പറയാറുണ്ട്. നാവിൻ്റെ കെട്ട് വീഴുന്ന അവസ്ഥയാണ്. അപ്പോൾ നാവിലെ കെട്ട് നമുക്ക് ഈ ലേസർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അത് ഐഡിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് ആ സമയത്തൊക്കെ അതിനുള്ളിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ടുകൾ കിട്ടാൻ സാധിക്കും. പക്ഷേ ചില ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു 17 വയസ്സിലോ അല്ലെങ്കിൽ 25 വയസ്സിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് ടൈം എടുക്കും. കാരണം നമ്മുടെ സ്പീച്ച് കൂടി നമുക്ക് അതിനനുസരിച്ചിട്ട് പരുവപ്പെട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അത് പോസ്റ്റ് ടങ് ടൈ സർജറി എക്സസൈസസും ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അത് നീക്കം ചെയ്തതിന് ശേഷം ചില എക്സസൈസുകളുണ്ട്, നാവിനെ ചലിപ്പിക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ചില വാക്കുകൾ, നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ ഉറച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. അത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടങ് ടൈ ഏത് പ്രായത്തിലാണെന്നെങ്കിലും നമുക്കതിനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതും നമുക്ക് ലേസർ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് അടിക്കടി വായ്പുണ്ണ് വരുന്ന ആൾക്കാരുണ്ട്, ആഫ്റ്റസ് അൾസേഴ്സ്. അപ്പോൾ സ്ഥിരമായിട്ട് നോർമലി ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും 2 ആഴ്ച എടുത്തിട്ട് വായ്പുണ്ണ് പോകാറുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ വായ്പുണ്ണിന് നമുക്ക് ഈ സോഫ്റ്റ് ടിഷ്യൂ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് 2 ആഴ്ച കൊണ്ട് കരിയുന്ന ഈ വായ്പുണ്ണ് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പൂർണ്ണമായിട്ടും കരിയാനും ഈ ലേസർ സഹായിക്കും. മറ്റൊന്ന്, നമ്മുടെ പല്ലുകളിൽ ഒരുപാട് കറയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല്ലിന് ഒരുപാട് മഞ്ഞ നിറം തോന്നിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു കളറിങ് പ്രോബ്ലം ചില ആൾക്കാർക്ക് അത് ചിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലേസർ അസിസ്റ്റഡ് ടൂത്ത് വൈറ്റനിങ് എന്ന് പറയും. ടൂത്ത് നമുക്ക് വൈറ്റനിങ് ഏജൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ വെളുപ്പിച്ചെടുക്കാൻ സാധിക്കും. അത് ചില പ്രത്യേക തരത്തിലുള്ള ഈ പെറോക്സൈഡ് രാസപദാർത്ഥം അവിടെ ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് നമ്മളൊരു പ്രത്യേക ലൈറ്റാണ് ലേസറിന് മുന്നോടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി 10 മടങ്ങ് സ്പീഡിലും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നുകൂടിയാണ് ഈ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൂത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ പല ലേസേഴ്സിനും ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് ബ്ലീച്ച് എന്നുള്ള രീതിയിൽ അവൈലബിൾ ആണ്. പെറോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെറിയൊരു പുളിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഗോൾഡ് അടങ്ങിയിട്ടുള്ള ഇപ്പോൾ സ്വർണത്തിൻ്റെ തന്നെ തരികൾ അടങ്ങിയിട്ടുള്ള ഡെൻ്റൽ യൂസിനുള്ള ബ്ലീച്ചിങ് ജെൽ നമ്മൾ 24 ക്യാരറ്റ് ഗോൾഡ് ബ്ലീച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലീച്ചസും ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, ആ ഒരു കെമിക്കലിനെ, ആ ഒരു രാസപദാർത്ഥത്തിനെ പല്ലിലേക്ക് അകത്തേക്ക് ആഗിരണം ചെയ്യാനായിട്ട്, അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ലേസർ കിരണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലേസറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ കേവലം മോണ കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മോണയിലെ കറുപ്പ് നിറം മാറ്റുന്നതിലുപരിയായിട്ട് പല ഘട്ടത്തിലും നമുക്ക് ലേസറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒരു ലേസറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ലേസർ ഉപയോഗിച്ചുകൊണ്ട് ശമനം ലഭിക്കാൻ സാധിക്കും. നമസ്കാരം.